ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിക്വിഡിറ്റിയെ പറ്റി സംസാരിച്ചു. ലിക്വിഡിറ്റി എന്നാൽ എന്താണ്? ഏതൊക്കെ തരം ലിക്വിഡിറ്റിയാണ് മാർക്കറ്റിലുള്ളത്? ലിക്വിഡിറ്റി എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞു തന്നതാണ്. ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടില്ലെങ്കിൽ ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായിരിക്കും. നിരവധി പേർക്ക് ആ വീഡിയോ യൂസ്ഫുൾ ആയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ തീർച്ചയായും കണ്ടു നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ എല്ലാ സ്ഥലത്തുമുണ്ട്. എവിടെയാണോ അധികമായിട്ട് ലിക്വിഡിറ്റി ഉള്ളത് അവിടേക്കാണ് മാർക്കറ്റ് പോകുന്നത്. അതായത് ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെയാണ് മാർക്കറ്റ് ലിക്വിഡിറ്റി ഉള്ള സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി ആകാതെ ലിക്വിഡിറ്റി ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാനായി പോകുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ, വളരെ സീരിയസ് ആയിട്ട് ട്രേഡിങ്ങിന് എടുക്കുന്നവർ മാത്രം ഈ വീഡിയോ കണ്ടാലും മതി. ടൈം പാസിന് വേണ്ടി ഈ വീഡിയോ ആരും കാണേണ്ട ആവശ്യമില്ല. വളരെ സീരിയസ് ആയിട്ട് ട്രേഡിങ് പഠിക്കണം, ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവണം എന്ന് പറയുന്നവർ മാത്രമേ ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് ലിക്വിഡിറ്റി സ്പോട്ട് ചെയ്ത് നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ശേഷം എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാനായി പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അത് എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ കൂടി ചെയ്തു കൊടുക്കുക. അവർക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പം ഒന്നാമതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് സ്ട്രക്ചറാണ്. നമ്മൾ മാർക്കറ്റിൽ വന്ന ശേഷം നമ്മൾ എന്താണ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷ് ആണോ അതോ ബെയറിഷ് ആണോ എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് മാർക്കറ്റിൽ വന്ന ശേഷം നമ്മൾ ഡെയിലി ബയാസ് നോക്കണം. മാർക്കറ്റ് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്ന്. മാർക്കറ്റ് സ്ട്രക്ചർ നോക്കിയാൽ മാത്രമേ മാർക്കറ്റ് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്ന് മാത്രം നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് സ്ട്രക്ചർ വരച്ച് നോക്കുക എന്നാണ്. മാർക്കറ്റ് സ്ട്രക്ചർ ഇതുവരെ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയത്തില്ല എങ്കിൽ ഞാൻ ചാനലിൽ മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റുന്നതാണ്. SMC കോൺസെപ്റ്റിൻ്റെ മെയിൻ ഹൃദയം എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ട്രക്ചറാണ്. മാർക്കറ്റ് സ്ട്രക്ചർ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ഇത് ഉപയോഗപ്പെടുത്തി നമുക്ക് ട്രേഡ് ചെയ്യാനായി പറ്റത്തുള്ളൂ. അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ അടയാളപ്പെടുത്തുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. മാർക്കറ്റ് സ്ട്രക്ചർ അടയാളപ്പെടുത്തുന്ന 2 വീഡിയോകൾ ഞാൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഫ്രീ ആയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം 50 മിനിറ്റിൽ ടൈം ഫ്രെയിമിലാണ് നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ വരയ്ക്കേണ്ടത്. അപ്പം 50 മിനിറ്റിൻ്റെ ബയാസ് നമ്മൾ നോക്കുക. അപ്പം ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു. അപ്പം നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ലോയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ബെയറിഷ് ആണെന്ന്. ഈ വിക്ക് ബ്രേക്ക് നോക്കേണ്ട ആവശ്യമില്ല, ക്യാൻഡിൽ ക്ലോസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ലോയും നമ്മൾ ബ്രേക്ക് ചെയ്തു. അപ്പോൾ പുതിയ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ബെയറിഷ് ആണെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് നമ്മൾ ഈ ഏഷ്യ സെക്ഷൻ മനസ്സിലാക്കുക എന്ന്. അപ്പോൾ നിങ്ങൾ ചാർട്ടിൽ പോയ ശേഷം ട്രേഡിംഗ് സെക്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ട്രേഡിംഗ് സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ട്രേഡിംഗ് സെക്ഷൻ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗ് സെക്ഷൻ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ കിട്ടും. അതായത് ഈ ട്രേഡിംഗ് സെക്ഷൻ എന്ന് ഇൻഡിക്കേറ്റർ സെക്ഷനിൽ പോയി നോക്കി സെർച്ച് ചെയ്താൽ ട്രേഡിംഗ് സെക്ഷൻ എന്ന ഓപ്ഷൻ കിട്ടും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാർട്ടിൽ ഇത്തരത്തിൽ ഒരു ഇൻഡിക്കേറ്റർ വരുന്നതാണ്. ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്, ഞാൻ ചാർട്ടിൽ 500 ഇൻഡിക്കേറ്റർ ഒന്നും യൂസ് ചെയ്തില്ല. മിക്ക ആളുകളുടെ ചാർട്ടിൽ പോയി നോക്കിയാൽ മനസ്സിലാകും 15 EMA, 5 EMA, പിന്നെ ട്രേഡിംഗ് വോളിയം കുഴപ്പമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 500 ഇൻഡിക്കേറ്റർ ചാർട്ടിൽ കുത്തിക്കയറ്റി ചാർട്ടും വൃത്തിയായിട്ട് മനസ്സിലാകത്തില്ല. അപ്പോൾ അങ്ങനെ അധികമായിട്ടും ട്രേഡിംഗ് ചാർട്ടിനകത്ത് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്താൽ വലിയ ഉപയോഗമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ ആൾക്കാർ ട്രേഡിങ്ങിൻ ചാർട്ടിനകത്ത് അധികം ഇൻഡിക്കേറ്റർ ഒന്നും യൂസ് ചെയ്യാറില്ല. അവർ പ്രൈസ് ആക്ഷൻ മാത്രം യൂസ് ചെയ്താണ് ട്രേഡ് ചെയ്യുന്നത്. ഞാൻ ട്രേഡിംഗ് സെക്ഷൻ ഈ ഒരു ഇൻഡിക്കേറ്റർ മാത്രമേ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ. ഇത് വെച്ച് മാത്രമേ ഞാൻ ട്രേഡ് ചെയ്യത്തുള്ളൂ. ഈ ട്രേഡിംഗ് സെക്ഷൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ട്രേഡിംഗ് സെക്ഷൻ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ചാർട്ടിനകത്ത് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്തരത്തിൽ വരും. ഈ കോളത്തിൽ കാണുന്നതാണ് ഏഷ്യ സെക്ഷൻ, ഈ കോളത്തിൽ കാണുന്നതാണ് ലണ്ടൻ സെക്ഷൻ, ഈ കാണുന്നതാണ് ലണ്ടൻ സെക്ഷൻ. ഈ 3 സെക്ഷനാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏഷ്യ സെക്ഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ലിക്വിഡിറ്റി മാത്രമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നതുപോലെ
ഏസസ് സെക്ഷൻ എന്ന് പറയുന്നത് ലിക്വിഡിറ്റിക്ക് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ കാണുന്ന നീല ബോക്സിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. അതായത് ഈ കാണുന്ന ഏസിയ സെക്ഷനിലൊന്നും നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. നിങ്ങളവിടെ നോക്കിയിരുന്നാൽ മാത്രം മതി. അപ്പം ഈ ഏസിയ സെക്ഷൻ ട്രേഡ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, ഏസിയ സെക്ഷന് മെയിനായിട്ട് ലിക്വിഡിറ്റിയാണ് പറഞ്ഞു. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിച്ച ശേഷം മാത്രമേ ട്രേഡ് ചെയ്ത് അടുത്ത സെക്ഷനിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലണ്ടൻ സെക്ഷൻ ഓപ്പൺ ആകാനായിട്ട് വെയിറ്റ് ചെയ്യുക. ലണ്ടൻ സെക്ഷനിലോ ന്യൂയോർക്കിലോ മാത്രമേ ട്രേഡ് ചെയ്യാവൂ. ഞാൻ മെയിനായിട്ട് ലണ്ടൻ സെക്ഷനിലാണ് അധികമായിട്ട് ട്രേഡ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, മാർക്കറ്റ് സ്ട്രക്ചർ നമ്മൾ നോക്കി. മാർക്കറ്റ് സ്ട്രക്ചർ നോക്കിയ സമയത്ത് മാർക്കറ്റ് ബെയറിഷ് ആണെന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏഷ്യ സെക്ഷൻ ലിക്വിഡിറ്റി സ്വീപ്പാണ്. ഏഷ്യ സെക്ഷൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ആകാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ബെയറിഷ് ആണെന്ന്. മാർക്കറ്റ് ബെയറിഷ് ആയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് മനസ്സിലായി ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഇതാണ് നമ്മുടെ 50 മിനിറ്റ്, പുതിയ 50 മിനിറ്റ് ഹൈ, പുതിയ 50 മിനിറ്റ് ലോ. ഈ ലോയും ഈ ഹൈയുമാണ് നമ്മുടെ ട്രേഡിംഗ് റേഞ്ച്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കോ ഏതെങ്കിലും ഓർഡർ ബ്ലോക്ക് നിങ്ങൾ തിരഞ്ഞെടുത്ത് വെച്ചു, വരച്ച് വെച്ചു. അവിടേക്ക് നിങ്ങൾ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ചെയ്യേണ്ടത് ഈ നീല ബോക്സിൻ്റെ ഹൈ മാർക്ക് ചെയ്യുക. അപ്പം മാർക്കറ്റ് ബെയറിഷ് ആണെന്ന് മനസ്സിലായി. ബെയറിഷ് മാർക്കറ്റിൻ്റെ ഏഷ്യ സെക്ഷൻ്റെ ഹൈ ആണ് സ്വീപ്പ് ചെയ്യുന്നത്. ഹൈ സ്വീപ്പ് ചെയ്ത ശേഷം മാത്രമേ മാർക്കറ്റ് പോകത്തുള്ളൂ. അതായത് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഏഷ്യ സെക്ഷൻ എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയാണ് ഞാൻ പറഞ്ഞു. ആ ലിക്വിഡിറ്റി ലണ്ടൻ സെക്ഷനിൽ സ്വീപ്പ് ആകും. ബെയറിഷ് മാർക്കറ്റിൻ്റെ, അതായത് ഈ ഒരു ബെയറിഷ് മാർക്കറ്റ് ഇത്തരത്തിൽ ബെയറിഷ് മാർക്കറ്റാണ് വയ്ക്കുക. ഈ ബെയറിഷ് മാർക്കറ്റിൻ്റെ ഇത്രയും ഏഷ്യ സെക്ഷനാണ് വയ്ക്കുക. ഈ ഏഷ്യ സെക്ഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് വന്ന് ഈ ഏഷ്യ സെക്ഷൻ്റെ ഹൈ സ്വീപ്പ് ചെയ്ത ശേഷം മാത്രമേ മാർക്കറ്റ് പോകത്തുള്ളൂ. അതായത് ഈ ഒരു ബോക്സ്, ഈ ഒരു നീല ബോക്സിൽ കാണുന്നത് ഏഷ്യ സെക്ഷനാണ് വയ്ക്കുക. ഓക്കെ, ഞാൻ നീല ഇത് കാണിച്ചു തരാം. ഈ ഒരു ബോക്സിൽ കാണുന്നത് ഏഷ്യ സെക്ഷനാണ്. ഈ ഏഷ്യ സെക്ഷൻ്റെ ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്യാനായിട്ട് വരും. എവിടെ സ്വീപ്പ് ചെയ്യാനായിട്ട് വരും? ലണ്ടൻ സെക്ഷനിൽ ഏഷ്യ സെക്ഷൻ്റെ ഹൈ സ്വീപ്പ് ചെയ്യും. ഈ ഹൈ സ്വീപ്പ് ചെയ്ത് നമുക്കിവിടെ എങ്കിൽ ഓർഡർ ബ്ലോക്ക് ഉണ്ടെന്ന് വയ്ക്കുക. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യും. മിറ്റിഗേറ്റ് ചെയ്ത ശേഷമാണ് മാർക്കറ്റ് പോകുന്നത്. അതായത് ഈ ഏഷ്യ സെക്ഷൻ്റെ ഹൈ സ്വീപ്പ് ചെയ്തു, നമ്മുടെ ഓർഡർ ബ്ലോക്ക് വന്ന് പ്രൈസ് ടാപ്പ് ചെയ്തു. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. നോക്കിയേ, ഈ ഏഷ്യ സെക്ഷൻ്റെ ഹൈ സ്വീപ്പ് ചെയ്തു. ഇവിടെ സ്വീപ്പ് ചെയ്തു, ലണ്ടൻ സെക്ഷനിൽ ഏഷ്യ സെക്ഷൻ്റെ ഹൈ സ്വീപ്പ് ചെയ്തു. സ്വീപ്പ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഓർഡർ എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കവിടെ എന്താണ് വേണ്ടത്? കൺഫർമേഷൻ വേണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, രണ്ടാമത് എന്താണ് എഴുതിയിരിക്കുന്നത്? ഏഷ്യ സെക്ഷൻ്റെ ഹൈ എഴുതി. നമ്മൾ ലണ്ടൻ സെക്ഷൻ ഓപ്പൺ ആകാനായിട്ട് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ഫോർ ലണ്ടൻ സെക്ഷൻ ഓപ്പൺ. അതായത് ലണ്ടൻ സെക്ഷൻ ഓപ്പൺ ആകാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ലണ്ടൻ സെക്ഷൻ ഓപ്പൺ ആയി. നോക്കിയേ, ഈ ബോക്സിൽ കാണുന്നതാണ് ലണ്ടൻ സെക്ഷൻ. ഈ ലണ്ടൻ സെക്ഷൻ ഓപ്പണായി തന്നെ ഏഷ്യ സെക്ഷൻ്റെ ഹൈ സ്വീപ്പ് ചെയ്തു. ഹൈ സ്വീപ്പ് ചെയ്തപ്പോഴത്തേക്ക് എന്താണ്? ലിക്വിഡിറ്റി സ്വീപ്പായി. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ മാർക്കറ്റ് മൂവ് ചെയ്യിപ്പിക്കുന്നത് ബിഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവരെ കൊണ്ടാണ് ഈ മാർക്കറ്റ് മൂവ് ചെയ്യാനായി പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്ക് ഈ ഒരു ഏഷ്യ സെക്ഷൻ അവർ ലിക്വിഡിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. അവർക്ക് നിരവധി ഓർഡേഴ്സ്, അതായത് ഈ ഏഷ്യ സെക്ഷനിൽ സെല്ല് ചെയ്ത ആളുകൾ എല്ലാം മണ്ടന്മാരാണ്. അതുകൊണ്ടാണ് നിങ്ങളടുത്ത് പറയുന്നത് ഏഷ്യ സെക്ഷനിൽ പോയിട്ട് സെല്ല് ചെയ്യരുതെന്ന്. ഈ ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിച്ചിട്ട് ഇവിടുന്ന് സെല്ല് ചെയ്ത് താഴേക്ക് പോവുക തന്നെ ഏഷ്യ സെക്ഷനിൽ ഉള്ള ആളുകളെയൊക്കെ മാർക്കറ്റ് ലിക്വിഡിറ്റി ആക്കുവാണ്. ലണ്ടൻ ഈ സെക്ഷൻ ലിക്വിഡിറ്റി ആക്കാണ്. അതായത് ഇവിടെ ഒരു 10,000 ഓർഡറുണ്ട്. ബിഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് 10,000 ഓർഡേഴ്സ് സെല്ല് ചെയ്യണമെങ്കിൽ അവർക്ക് ഓർഡേഴ്സ് എത്രയും കിട്ടത്തില്ല. അപ്പോൾ അവർ എന്താണ് ചെയ്യുന്നത്? മാർക്കറ്റിനെ തിരിച്ച് മുകളിലേക്ക് കൊണ്ടുവന്ന് ഈ ലണ്ടൻ സെക്ഷനിൽ ഏഷ്യ സെക്ഷൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യും. ഇവരുള്ള എല്ലാവരെയും മാർക്കറ്റിൽ നിന്ന് പുറത്താക്കിയ ശേഷം മാത്രമേ മാർക്കറ്റിൻ്റെ ഡയറക്ഷനിൽ അവർ കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ള എല്ലാവരെയും മാർക്കറ്റ് പുറത്താക്കി അവരുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഈ ഹൈയിൽ കാണും. അതായത് ഇവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഈ ഹൈയിൽ കാണും. അപ്പം ഇവരെ മാർക്കറ്റിൽ നിന്ന് പുറത്താക്കിയ ശേഷം മാത്രമേ മാർക്കറ്റിൻ്റെ ഡയറക്ഷനിൽ മാർക്കറ്റ് പോകത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ
ബിഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ബാങ്കുകൾ, അവരൊക്കെ നമ്മളെപ്പോലെ ഒരു ലോട്ടോ അല്ലെങ്കിൽ 0.5 ലോട്ടോ 50 ലോട്ടോ ഒന്നുമല്ല. അവർ 10,000 20,000 ലോട്ടൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ഓർഡേഴ്സ് ഫില്ല് ചെയ്യണം. അവരുടെ ഓർഡേഴ്സ് ഫില്ല് ചെയ്യണമെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ 5000 ഓർഡേഴ്സ് ഇവിടെ നിന്ന് താഴേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം 5000 ഓർഡേഴ്സ് ഇവിടെ കിടപ്പുണ്ട്, ബാക്കി പെൻഡിങ് ഓർഡേഴ്സ് ഇവിടെ കാണും. അപ്പോൾ പെൻഡിങ് ഓർഡേഴ്സ് ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റിനെ മനഃപൂർവ്വം അവർ തിരിച്ച് മുകളിലേക്ക് കൊണ്ടുവന്ന് ഈ ഏസ് സെക്ഷനിൽ സെല്ല് ചെയ്ത എല്ലാവരെയും സ്റ്റോപ്പ് ലോസ് അടിപ്പിച്ച ശേഷം മാത്രമേ അവരുടെ ഓർഡേഴ്സ് ഫില്ല് ചെയ്തുകൊണ്ടാണ് അവർ മാർക്കറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് അവർ കൊണ്ടുപോകുന്നത്. നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ വേണ്ടി മാത്രമല്ല അവർ വരുന്നത്. അവർക്ക് അവരുടെ ഓർഡേഴ്സ് ഫില്ല് ചെയ്യണം, അതിനുശേഷം മാത്രമേ മാർക്കറ്റ് അവരെ കൊണ്ടുപോകത്തുള്ളൂ, മാർക്കറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്മാർട്ട് മണി SMC കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾ നമ്മൾ ഏസ് സെക്ഷൻ ലിക്വിഡിറ്റിയാണ് കണക്കാക്കുന്നത്. നമ്മൾ ഏസ് സെക്ഷൻ ലിക്വിഡിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഏസ് സെക്ഷൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇവിടെ എന്ത് പറഞ്ഞാൽ സ്വീപ്പ് ചെയ്തു. നീ ഈ സ്വീപ്പ് കഴിഞ്ഞ ശേഷം എന്താണ് ചെയ്യേണ്ടത്? നമുക്കൊരു കൺഫർമേഷൻ വേണം മാർക്കറ്റ് താഴേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നതെന്ന്. അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ലോവർ ടൈം കൺഫർമേഷൻ, അതായത് നമ്മൾ 1 മിനിറ്റിൽ പോയ ശേഷം ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക, അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇവിടെ 15 മിനിറ്റാണ്. ഇവിടെ നമ്മൾ 1 മിനിറ്റിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാക്കാം സ്ട്രക്ചർ ചേഞ്ച്, അതായത് ലോവർ ടൈം കൺഫർമേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 1 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഞാൻ 3 മിനിറ്റ് റെക്കമെൻഡ് ചെയ്തോളൂ. ഓക്കെ, 3 മിനിറ്റിലേക്ക് ടാർഗറ്റ് ഷിഫ്റ്റ് ചെയ്യുക. ഇവിടെയാണ് ഞാൻ കാണിച്ചു തന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും ഏസ് സെക്ഷൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ശേഷം ഈ ഒരു ഹൈ നോക്കിയേ, ഇതാണ് അവസാനത്തെ ലോ. മാർക്കറ്റ് ബുള്ളിഷാണ്, ഇവിടം വരെ മാർക്കറ്റ് ബുള്ളിഷാണ്. ഓക്കെ, ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തല്ലേ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു അപ്പ് സൈഡ്. അപ്പം അവസാനത്തെ ലോ എന്ന് പറയുന്നത് ഈ ഒരു ലോയാണ്. ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്തു? ചേഞ്ച് ഓഫ് ക്യാരക്ടർ. അപ്പോൾ നമുക്ക് മനസ്സിലായി സ്മാർട്ട് മണി മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാനായി പോവുകയാണ്. അപ്പം ഇത്തരത്തിൽ പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് എൻട്രി എടുക്കാനും നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസിൽ വലിയ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലാക്കി. ഓക്കെ, നമ്മളിവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി, സംഭവം ഓക്കെ. നമുക്കിവിടെ 2 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് 3 മിനിറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിച്ച് നമുക്കിവിടെ എൻട്രി എടുക്കാം. ഞാൻ ചെയ്യുന്നത് 5 മിനിറ്റിലോ അല്ലെങ്കിൽ 50 മിനിറ്റിലൊക്കെയാണ് ഞാൻ എൻട്രി എടുക്കുന്നത്. 50 മിനിറ്റിലൊക്കെ എൻട്രി എടുത്താൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റോപ്പ് ലോസ് അധികമായിട്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ നമുക്കവിടെ എൻട്രി മിസ്സാവത്തില്ല. മെയിനായിട്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻട്രി മിസ്സാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു എൻട്രി മിസ്സായി. ഇപ്പോൾ 5 മിനിറ്റിൽ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് അവസാനത്തെ ഓർഡർ ബ്ലോക്ക് നോക്കിയേ, ഇതാണ് ഓർഡർ ബ്ലോക്ക്. ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് പ്രൈസ് ടാപ്പ് ചെയ്യുന്നുണ്ടോ? ടാപ്പ് ചെയ്യുന്നില്ല. ടാപ്പ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ അടുത്ത് ചെയ്യേണ്ടത്? അടുത്ത് നമ്മളൊരു ഓർഡർ ബ്ലോക്ക് വെയിറ്റ് ചെയ്യുക. അടുത്ത നോക്കിയേ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ ഒരു FVG ഉണ്ട്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഓർഡർ സെറ്റ് ചെയ്യാം. ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വയ്ക്കാം, ഓർഡർ ബ്ലോക്കിൽ വയ്ക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ഈ ഒരു ലോ വയ്ക്കാം ടാർഗറ്റായിട്ട്. നമുക്ക് 50 മിനിറ്റ് ലോ വയ്ക്കാം. അപ്പം നോക്കിയേ, അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എന്നോ നടന്ന കാര്യം നിങ്ങൾക്ക് കാണിച്ചിട്ട് യാതൊരു ഉപകാരമില്ലല്ലോ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് എക്സാമ്പിളാണ്. ഇവിടെ നോക്കിയാൽ മാർക്കറ്റ് ബുള്ളിഷായി, അതായത് ഇതാണ് നോക്കിയ 50 മിനിറ്റിൽ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ നോക്കുന്നത്. ഇവിടെ ബെയറിഷാണ്, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു ഡൗൺ സൈഡ്. അപ്പം ഇതാണ് ലാസ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. 50 മിനിറ്റിന് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഈ ഒരു ഹൈ ആണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുകയാണ്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ടു അപ്പ് സൈഡ്. ഇവിടെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുകയാണ്. അപ്പം നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും 50 മിനിറ്റ് ഹൈയും ലോയും മാർക്ക് ചെയ്യുക. ട്രേഡിംഗ് റേഞ്ച് നമ്മൾ വരച്ച് വയ്ക്കുക. നോക്കിയേ, ട്രേഡിംഗ് റേഞ്ച് വരച്ചില്ലേ? ട്രേഡിംഗ് റേഞ്ച് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ട്രേഡിംഗ് റേഞ്ച് വരച്ചു. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സെല്ല് ചെയ്യുന്ന എവിടെ നിന്ന് നമ്മൾ ഡിസ്കൗണ്ടിൽ വന്നിട്ടാണ്
നമ്മൾ ഏതെങ്കിലും സാധനം വാങ്ങത്തുള്ളൂ. ഇവിടെ ബുള്ളിഷാണ്, മാർക്കറ്റ് ബുള്ളിഷാണ്. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസ് എൻ്റർ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മളൊരു ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്ത് വെക്കുക, ഓർഡർ ബ്ലോക്ക് വരച്ച് വെക്കുക. ഓർഡർ ബ്ലോക്ക് വരച്ച് വെച്ചു. ഓക്കെ, ഓർഡർ ബ്ലോക്ക് വരച്ചു. ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരച്ചു. പിന്നെ ഏത് ഓർഡർ ബ്ലോക്കാണുള്ളത്? ഈ ഒരു ഓർഡർ ബ്ലോക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ഈ ഒരു ഓർഡർ ബ്ലോക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഈ കാണുന്നില്ലേ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് വേണമെങ്കിലും വരയ്ക്കാം, പ്രശ്നമില്ല, വരച്ച് വയ്ക്കാം. പക്ഷേ അത് മിറ്റിഗേറ്റഡ് ആണ്. നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് പ്രൈസ് ടാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് അല്ല. പ്രൈസ് ടാപ്പ് ചെയ്ത ഓർഡർ ബ്ലോക്കിൽ വീണ്ടും വന്ന് പ്രൈസ് ടാപ്പ് ചെയ്യണമെന്ന് യാതൊരു ഇതും ഇല്ല. കാരണം വെച്ചാൽ അവിടെ വീണ്ടും പ്രൈസ് വന്ന് ടാപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലാസ്റ്റ് സെല്ല് ടു ബൈ ക്യാൻഡിൽ നമ്മൾ ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രൈസ് ടാപ്പ് ചെയ്യാനായിട്ട് മിറ്റിഗേഷനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനു മുമ്പ് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഏസ് സെക്ഷൻ ലിക്വിഡിറ്റി സ്വീപ്പ് ആകാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഏസ് സെക്ഷൻ്റെ ലിക്വിഡിറ്റി ഇതല്ലേ, നോക്കിയേ. ഏസ് സെക്ഷൻ്റെ ഹൈ ആണോ ലോ ആണോ സ്വീപ്പ് ചെയ്യേണ്ടത്? ബുള്ളിഷ് എക്സാമ്പിളിനകത്ത് നമ്മൾ ഏസ് സെക്ഷൻ്റെ ലോ സ്വീപ്പ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇത് നോക്കിയേ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തില്ലേ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. നീ നമ്മൾ ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഓർഡർ ബ്ലോക്കിൽ ഇവിടെ വന്ന് ടാപ്പ് ചെയ്തില്ലേ, നോക്കിയേ, ടാപ്പ് ചെയ്തു. നീ നമുക്ക് എന്താണ് വേണ്ടത്? ഒരു ലോവർ ടൈം കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമുക്ക് ഇത് 1 മിനിറ്റിലേക്കോ അല്ലെങ്കിൽ 3 മിനിറ്റിലേക്കോ ഷിഫ്റ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ബിഗിനേഴ്സിന്, അതായത് മാർക്കറ്റിൽ പുതിയതായിട്ട് വന്ന ബിഗിനേഴ്സിന് 1 മിനിറ്റ് റെക്കമെൻഡ് ചെയ്തില്ല. 1 മിനിറ്റ് റെക്കമെൻഡ് ചെയ്യാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ നിരവധി മാനിക്കുലേഷനൊക്കെ 1 മിനിറ്റിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളെ അവർക്ക് ട്രാപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഫാൾട്ടായിട്ടുള്ള സിഗ്നൽ കിട്ടാൻ വളരെയധികം സാധ്യതയുള്ളത് 1 മിനിറ്റിലാണ്. അപ്പോൾ 3 മിനിറ്റ് യൂസ് ചെയ്യുക. ഇവിടെ വന്ന് ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തു, നോക്കിയേ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു ഡൗൺ സൈഡ്. ഇവിടെയൊക്കെ മാർക്കറ്റ് നല്ല ബെയറിഷാണ്. 3 മിനിറ്റ്സ് നോക്കിയാൽ മനസ്സിലാകും ഇവിടെ മാർക്കറ്റ് ബെയറിഷാണ്. ഇതാണ് ലാസ്റ്റ് ലോ. മാർക്കറ്റ് ബുള്ളിഷ് ആവണമെങ്കിൽ ഏത് ഹൈ ബ്രേക്ക് ചെയ്യണം? ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യണം മാർക്കറ്റ് ബുള്ളിഷ് ആവണമെങ്കിൽ. ഓക്കെ, നമ്മൾ വിക്ക് ബ്രേക്ക് എടുക്കത്തില്ല, ക്യാൻഡിൽ ക്ലോസ് ആണ് എടുക്കുന്നത്. ഈ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. നമുക്ക് ഇവിടെയൊക്കെ വിക്ക് ബ്രേക്ക് ഉണ്ട്, അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ബുള്ളിഷായെന്ന് മനസ്സിലായി മാർക്കറ്റ്. 3 മിനിറ്റിലോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 മിനിറ്റിലോ അല്ലെങ്കിൽ 5 മിനിറ്റിലോ നമുക്ക് ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ ഓർഡർ എടുക്കാം. ഓക്കെ, ഇവിടെ നോക്കി ഏത് ഓർഡർ ബ്ലോക്കാണുള്ളത്? ഓർഡർ ബ്ലോക്ക് നമുക്ക് വേണമെങ്കിൽ ഈ 3 വലിയ ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ ഉണ്ട്, അത് വേണമെങ്കിൽ എടുക്കാം. അതിൻ്റെ 50% വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, 50% വന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഓർഡർ ബ്ലോക്ക് വേണമെങ്കിൽ എടുക്കാം. നമുക്ക് ലാസ്റ്റ് ക്യാൻഡിൽ എടുക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു 5 മിനിറ്റ് എത്രയും വലിയ ക്യാൻഡിലാണ് വരുന്നത്, ഈ 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ 50% വേണമെങ്കിൽ വെക്കാം. 50% വെക്കുക. 50% വെച്ചു. ഓക്കെ, 50% വെച്ചു. ഈ ഒരു ലോ വെക്കുന്നു. കുറച്ച് ബ്രീത്തിങ് സ്പേസ് വെക്കുക. അപ്പോൾ നമ്മൾ ഹൈ വരെ നമുക്ക് വെക്കാൻ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 മിനിറ്റിൽ എടുക്കാം. 3 മിനിറ്റിൽ എടുക്കുവാണെങ്കിൽ ഇതിലും ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതാണ് ഹൈ ആണ് വെക്കാനത്? നമ്മൾ ടാർഗറ്റ് എന്ന് പറയുന്നത് 50 മിനിറ്റ് സ്വിങ് ഹൈ വെക്കാം. സ്വിങ് ഹൈ ആണല്ലോ ബുള്ളിഷ് മാർക്കറ്റിൽ സ്വീപ്പ് ചെയ്ത് പോകുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. എനിക്ക് എത്ര വട്ടം വേണമെങ്കിൽ പറഞ്ഞുതരാം, നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ വരച്ച് നോക്കി. മാർക്കറ്റ് ബുള്ളിഷാണോ ബെയറിഷാണോ എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏസ് സെക്ഷൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതായത് ഇവിടെ നോക്കിയേ, ഇവിടെയും മാർക്കറ്റ് ഏസ് സെക്ഷൻ്റെ ഹൈ സ്വീപ്പ് ചെയ്ത ശേഷമാണ് താഴേക്ക് പോയത്. അപ്പോൾ ഈ ഒരു ഏസ് സെക്ഷൻ്റെ ഹൈ സ്വീപ്പ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തു. ഓക്കെ, ഇത് ലേറ്റസ്റ്റ് ആയി നടന്ന സംഭവമാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി മാർക്കറ്റ് ബെയറിഷാണ്. മാർക്കറ്റ് ഏസ് സെക്ഷൻ്റെ ഹൈ സ്വീപ്പ് ചെയ്താണ് പോയത്. ഏസ് സെക്ഷൻ്റെ ഹൈ സ്വീപ്പ് ചെയ്തു. ഏതിൽ സ്വീപ്പ് ചെയ്തു? ലണ്ടനിൽ സ്വീപ്പ് ചെയ്തു. മാർക്കറ്റ് ഈ ഒരു ലഞ്ച് ബ്രേക്കാണ്. ഈ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. നമുക്ക് സ്വീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുക. ഈ ലണ്ടൻ സെക്ഷനിൽ വന്ന് മാർക്കറ്റ് സ്വീപ്പ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തു. മാർക്കറ്റ് ബെയറിഷാണ്, സ്വീപ്പ് ചെയ്തു. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്?
വെയിറ്റ് ഫോർ ലണ്ടൻ സെക്ഷൻ ഓപ്പൺ. ഓക്കെ, ലണ്ടൻ സെക്ഷൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊരു ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിക്കുകയോ ആ ഓർഡർ ബ്ലോക്ക് വന്ന് ടാപ്പ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഏതിൽ ടാപ്പ് ചെയ്യാനായിട്ട്? 50 മിനിറ്റിൽ നമ്മൾ ടാപ്പ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. 50 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്ക് എന്താണ് കിട്ടേണ്ടത്? നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടണം. ലോ ടൈമിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടണം. അതായത് 1 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റിലോ, 1 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിലോ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടണം. ലോവർ ടൈം കൺഫർമേഷൻ കിട്ടണം. കിട്ടി? ഓക്കെ, കിട്ടി. അതിനുശേഷം നമ്മുടെ 5 മിനിറ്റിൽ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിച്ച് 5 മിനിറ്റിൽ നമ്മൾ എൻട്രി എടുക്കുന്നു. ഓക്കെ, 5 മിനിറ്റിൽ നമ്മൾ എൻട്രി എടുക്കുന്നു അല്ലെങ്കിൽ 3 മിനിറ്റിൽ എൻട്രി എടുക്കുന്നു. പിന്നെ നമ്മൾ ആ ഓർഡർ ബ്ലോക്കിൽ വന്ന് പ്രൈസ് ടാപ്പ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ പെൻഡിങ് ഓർഡർ സെറ്റ് ചെയ്ത് വെക്കുന്നു. പിന്നെ പ്രൈസ് വന്ന് ടാപ്പ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് ഏസ് സെക്ഷൻ്റെ ലോ വയ്ക്കാം, അല്ലെങ്കിൽ ഹൈ വയ്ക്കാം, അല്ലെങ്കിൽ സ്വിങ് ലോ വയ്ക്കാം. ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കാണിച്ചത് ഈ ഒരു സെക്ഷൻ ഞാൻ കാണിച്ചല്ലോ നിങ്ങൾക്ക്. ഈ ഒരു ഭാഗത്ത് ഞാൻ കാണിച്ചു തന്നായിരുന്നു ബുള്ളിഷ് എക്സാമ്പിൾ. ഇവിടെ നമ്മളെന്ന് പറയുന്നത് ഏഷ്യ സെക്ഷൻ്റെ ലോ സ്വീപ്പ് ചെയ്തു. ബുള്ളിഷിനകത്ത് ഏഷ്യയുടെ ലോയാണ് സ്വീപ്പ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഹൈ സ്വീപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു നോക്കിയേ, ഇവിടെ ഹൈ നമുക്ക് ഏത് ടാർഗറ്റായിട്ട് വെക്കാം? ഏഷ്യ സെക്ഷൻ്റെ ഹൈ നമുക്ക് വെക്കാം. ഓക്കെ, ഏഷ്യ സെക്ഷൻ്റെ ഹൈ വെക്കാം. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്വിങ് ഹൈ ഇല്ലേ, ഈ ഹൈ വേണമെങ്കിൽ വെക്കാം. രണ്ടും വെക്കാം നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സ്വിങ് ഹൈ ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലൊരു ചോദ്യം വരാം, ഈ ഏഷ്യ സെക്ഷൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഏഷ്യ സെക്ഷൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഏഷ്യ സെക്ഷൻ്റെ ലിക്വിഡിറ്റി, അതായത് ഈ ഒരു നീല ബോക്സ് സ്വീപ്പ് ചെയ്തില്ല, ലണ്ടനിൽ സ്വീപ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ട്രേഡ് എടുക്കണോ വേണ്ടയോ? ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഏഷ്യ സെക്ഷൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ആയില്ലെങ്കിൽ ട്രേഡ് എടുക്കേണ്ട. ഒരു ദിവസം ട്രേഡ് എടുത്തില്ലെന്ന് യാതൊരു കുഴപ്പമില്ല. ഞാൻ ഈ ഏഷ്യ സെക്ഷൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ആയില്ലെങ്കിൽ ട്രേഡ് എടുക്കത്തില്ല. എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുക്കുന്നത്? നമ്മൾ ക്യാപിറ്റൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇവിടെ പോയൊരു കൺഫർമേഷൻ കിട്ടി, ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ടു അപ്സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒന്നും എടുക്കത്തില്ല. ഇവിടെ വന്ന് മാർക്കറ്റ് താഴേക്ക് പോയാൽ തന്നെ ഞാൻ എടുക്കത്തില്ല. കാരണം ഈ ഏഷ്യ സെക്ഷനിൽ ലിക്വിഡിറ്റിയാണ്. തിരിച്ച് മാർക്കറ്റ് വന്ന് ആ ഹൈ സ്വീപ്പ് ചെയ്ത് വീണ്ടും മാർക്കറ്റിൻ്റെ യഥാർത്ഥ ഡയറക്ഷനിലേക്കാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഏഷ്യ സെക്ഷൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ആയില്ലെങ്കിൽ നിങ്ങളവിടെ ഒന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. മിക്ക സ്ഥലത്തും ഏഷ്യ സെക്ഷൻ്റെ ഹൈ സ്വീപ്പ് ചെയ്ത ശേഷം മാത്രമാണ് പോകുന്നത് മാർക്കറ്റ്. നോക്കിയേ, ഇവിടെ സ്വീപ്പ് ചെയ്തു. മിക്ക സ്ഥലത്തും മാർക്കറ്റ് സ്വീപ്പ് ചെയ്യും. ഇവിടെ സ്വീപ്പ് ചെയ്തു. നോക്കിയേ, അപ്പം ഈ സ്വീപ്പ് ചെയ്യാത്ത സംഭവങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇവിടെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്യാതെ പോയത്. അപ്പോൾ സ്വീപ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, സ്വീപ്പ് ചെയ്യാതാണ് മാർക്കറ്റ് പോകേണ്ടതെങ്കിൽ നിങ്ങൾ അവിടെ ഓർഡർ എടുക്കേണ്ട, നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അന്നത്തെ ദിവസം ഒരു ദിവസം ട്രേഡ് ചെയ്തില്ലെന്ന് വെച്ചാൽ യാതൊരു കുഴപ്പമില്ല. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ നിങ്ങൾ എത്ര കുറഞ്ഞ ട്രേഡ് എടുക്കുന്നോ അത്രയും സക്സസ്ഫുൾ ആവാനുള്ള സാധ്യത വളരെ അധികമാണ്. ഒരു ദിവസം ഒരു ട്രേഡോ അല്ലെങ്കിൽ 2 ട്രേഡോ ചെയ്താൽ മതി. ഒരു ദിവസം ഒരു ട്രേഡ് ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ 2 ദിവസം കൂടുന്നതോളം നിങ്ങൾ സെറ്റപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. 2 ദിവസം കൂടുന്നത് ട്രേഡ് ചെയ്താലും മതി. എല്ലാ ദിവസവും ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സെറ്റപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, നിങ്ങൾ ട്രേഡ് എടുക്കുക. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് സ്ട്രക്ചർ വരച്ച് നോക്കുക. ഇപ്പോൾ ഇതൊരു ബുള്ളിഷ് മാർക്കറ്റാണ്. ഓക്കെ, ബുള്ളിഷ് മാർക്കറ്റാണ് നമുക്ക് മനസ്സിലായി. മാർക്കറ്റ് സ്ട്രക്ചർ വരച്ച് നമ്മൾ മാർക്കറ്റിൽ വന്നു, ബുള്ളിഷ് മാർക്കറ്റാണ് മനസ്സിലായി. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഏഷ്യ സെക്ഷൻ്റെ ലിക്വിഡിറ്റി കണ്ടുപിടിക്കുക. ബുള്ളിഷ് മാർക്കറ്റ്, അപ്പം ഇവിടെ ഒരു ഏഷ്യ സെക്ഷൻ ലിക്വിഡിറ്റി ഉണ്ടെന്ന് നോക്കുക. ഏഷ്യ സെക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് റേഞ്ചിങ് മാർക്കറ്റാണ്. ഞാൻ പറഞ്ഞു സ്മാർട്ട് മണി, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ അവരുടെ ഓർഡേഴ്സ് ഫില്ല് ചെയ്യാനായിട്ടാണ് ഏഷ്യ സെക്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ബെയറിഷാണ്. അപ്പം മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഈ ഒരു നീല ബോക്സിൽ കാണുന്നതാണ് ഏഷ്യ സെക്ഷൻ, അതായത് മാർക്കറ്റ് ബുള്ളിഷാണ്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു അപ്സൈഡ്, മാർക്കറ്റ് ബുള്ളിഷാണ്.
അപ്പം ഈ ഒരു നീല ബോക്സിൽ കാണുന്നതാണ് ഏഷ്യ സെക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടത്? അപ്പം നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. നിങ്ങൾ ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിച്ച് വെയിറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളിപ്പോൾ ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിച്ച് വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. ഇത് മാർക്കറ്റ് ബുള്ളിഷാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഏഷ്യ സെക്ഷൻ്റെ ലോ സ്വീപ്പ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ബുള്ളിഷ് മാർക്കറ്റിൽ ഏഷ്യ സെക്ഷൻ്റെ ലോ സ്വീപ്പ് ചെയ്ത് നിങ്ങൾ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തില്ല, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് നിങ്ങളെ കൺമുമ്പിൽ കൂടെ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെന്ന് വയ്ക്കുക. ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങൾ മാർക്കറ്റ് കൺമുമ്പിൽ കൂടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാതെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഓർഡർ എടുക്കുമോ? അവിടെ എൻട്രി എടുക്കേണ്ട ആവശ്യമില്ല. മിക്ക സമയത്തും മാർക്കറ്റ് താഴേക്ക് ഇത്തരത്തിൽ വന്ന് ഈ ഏഷ്യ സെക്ഷനിൽ ലോ സ്വീപ്പ് ചെയ്ത് നമ്മൾ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത ശേഷം എന്താണ് നമുക്ക് കിട്ടേണ്ടത്? നമുക്കൊരു ലോങ് ടൈം കൺഫർമേഷൻ കിട്ടണം. ലോ ടൈം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ. മാർക്കറ്റ് ഇവിടം വരെ ഇത്തരത്തിൽ നല്ല ബേറിഷാണ് വയ്ക്കുക. അപ്പം ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇത് ലോ ടൈമാണെന്ന് വയ്ക്കുക. ഇവിടെ എത്രയും 1 മിനിറ്റ് ആണ്. ഇവിടെ എത്രയും കാണുന്ന 50 മിനിറ്റ്, ഇത് 50 മിനിറ്റ് ആണ്. ഓക്കെ, ഈ കാണുന്ന എത്രയും ടൈം ഫ്രെയിം 50 മിനിറ്റ് ആണ്. ഈ കാണുന്ന ഈ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്യുന്നത് മുതൽ 1 മിനിറ്റാണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ 1 മിനിറ്റോ 3 മിനിറ്റ്. അപ്പം 3 മിനിറ്റിൽ നമ്മൾ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ അവസാനത്തെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ എന്താണ്? ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ലോ ടൈമിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടി. അപ്പോൾ നമുക്ക് സ്ട്രോങ് ആയി. ഓക്കെ, സ്മാർട്ട് മണി മാർക്കറ്റിനെ തിരിച്ച് മുകളിലേക്ക് കൊണ്ടുപോകാനായി പോവുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായി? അപ്പോൾ നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിക്കുക. ഇവിടെ ഈ ഒരു 5 മിനിറ്റിലോ 3 മിനിറ്റിലോ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അടുത്തത് നമ്മൾ സമാധാനത്തോടെ കാര്യങ്ങൾ ചെയ്യുകയാണ്. നമ്മൾ വെപ്രാളമില്ല, ഒന്നുമില്ല. നമുക്കൊരു കറക്റ്റായിട്ടൊരു പ്രോസസ്സുണ്ട്, നമുക്കൊരു റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഫോളോ ചെയ്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു സ്വിങ് ലോ വരെ വയ്ക്കുക. ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ഈ ഒരു ലോ വേണമെങ്കിൽ വയ്ക്കാം. ഈ ലോ വയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ടാർഗറ്റ് ഏതാണ്? ഏഷ്യ സെക്ഷൻ്റെ ഹൈ നമുക്ക് വയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്വിങ് ഹൈ നമുക്ക് വയ്ക്കാൻ പറ്റും. ഈ ഒരു ഹൈ നമ്മൾ വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഇതുവരെ ചെയ്തത്? നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം നമ്മൾ ഇവിടെ എന്താണ് ചെയ്തത്? നമ്മൾ ചെയ്തത് ഏഷ്യ സെക്ഷൻ്റെ ലോ സ്വീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. നമ്മൾ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തു. ലോ ടൈം കൺഫർമേഷൻ കിട്ടി. നമ്മൾ 5 മിനിറ്റിലോ അല്ലെങ്കിൽ 3 മിനിറ്റിലോ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിച്ച് വെയിറ്റ് ചെയ്തു. നമ്മളിവിടെ പെൻഡിങ് ഓർഡർ ഇവിടെ കിടപ്പുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മൾ ഓർഡർ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. തിരിച്ച് മാർക്കറ്റ് വന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്ക് മിറ്റിഗേഷൻ ചെയ്യും. അതായത് വീണ്ടും ഇവിടെയുള്ള ഓർഡേഴ്സ് മാർക്കറ്റ് ഫില്ല് ചെയ്യാനായിട്ട് വരും. ഫില്ല് ചെയ്ത് നമ്മൾ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേഷൻ ചെയ്ത് ടാർഗറ്റ് നമ്മൾ 50 മിനിറ്റ് ഹൈ കൊടുക്കാം. ഹൈ കൊടുത്തു. ഓക്കെ, എത്രയും ഉള്ളൂ. ഏഷ്യ സെക്ഷനിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. നിങ്ങൾ വിചാരിക്കും ഏഷ്യ സെക്ഷനിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ ഓർഡർ എടുക്കത്തില്ല, കഴിഞ്ഞു. ഇതാണ് ബുള്ളിഷ് എക്സാമ്പിൾ. ബേറിഷ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ബേറിഷ് പോവുകയാണ്. തിരുത്തിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു ഡൗൺ സൈഡ്, തിരുത്തിൽ മാർക്കറ്റ് ബേറിഷ് ആണെന്ന് വയ്ക്കുക. അപ്പം ഇവിടെയായിട്ട് ഏഷ്യ സെക്ഷൻ ഉണ്ടെന്ന് വയ്ക്കുക. റേഞ്ചിങ് മാർക്കറ്റാണ്. ഈ റേഞ്ചിങ് മാർക്കറ്റിലാണ് ലിക്വിഡിറ്റി അവരുണ്ടാക്കുന്നത്. മനഃപൂർവ്വം അവർ ഇത്തരത്തിൽ ഉണ്ടാക്കുകയാണ്. അതായത് ഇവരുടെ ഓർഡേഴ്സ് ഫില്ല് ചെയ്യാനായിട്ടാണ് മാർക്കറ്റ് ഇത്തരത്തിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ ആൾക്കാർ കൊണ്ട് സെല്ല് ചെയ്യും. മാർക്കറ്റ് ബേറിഷാണ്, സെല്ല് ചെയ്യാം, ഓക്കെ എന്ന് പറഞ്ഞ് ഇവരൊരു ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിച്ച് അവരിങ്ങനെ വെയിറ്റ് ചെയ്യും. മാർക്കറ്റ് എന്ത് ചെയ്യും? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഏഷ്യ സെക്ഷനിൽ കൊണ്ട് ട്രേഡ് ചെയ്യുമോ? ട്രേഡ് ചെയ്യത്തില്ല. നമ്മൾ വെയിറ്റ് ചെയ്യും. എന്താണ്? ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യും. എവിടെ കൊണ്ട് സ്വീപ്പ് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു അവസാനത്തെ ട്രേഡിംഗ് റേഞ്ച് 50 മിനിറ്റ് ട്രേഡിംഗ് റേഞ്ച് ഹൈയും ലോയും മാർക്ക് ചെയ്യുക. കാരണം ഹൈയും ലോയും 50 മിനിറ്റ് ഹൈ ലോ. അപ്പോൾ മാർക്കറ്റ് നമ്മൾ 50 മിനിറ്റ് ഹൈയും ലോയും മാർക്കറ്റ് മാർക്ക് ചെയ്തു. ഇവിടെ ആയിട്ട് നമ്മളൊരു ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിച്ച് വെച്ചേക്കുകയാണ്. എക്സാമ്പിൾ ഇവിടെ ആയിട്ട് നമ്മളൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. നിങ്ങൾ ആ ഓർഡർ ബ്ലോക്കിൽ
വരച്ച് വെച്ച ശേഷം ഏസ് സെക്ഷൻ്റെ ഏതാണ് ലോ ആണോ ഹൈ ആണോ സ്വീപ്പ് ചെയ്യേണ്ടത് ബെയറിഷ് മാർക്കറ്റിൽ ഹൈ സ്വീപ്പ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഹൈ സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് ഓർഡർ ബ്ലോക്കിൽ നിന്ന് ടാപ്പ് ചെയ്തു. ഓക്കെ, ഓർഡർ ബ്ലോക്കിൽ ഒന്ന് പ്രൈസ് ടാപ്പ് ചെയ്തു. ഈ ഹൈ നമ്മൾ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. നോക്കിയേ, ഇവിടെയുള്ള എല്ലാവരും ലിക്വിഡിറ്റി ആയില്ലേ. ഈക്വൽ ലോസ് ഈക്വൽ ഹൈ ആക്കിയാണ് ലിക്വിഡിറ്റി. അപ്പം ഇവിടെയുള്ള എല്ലാ ആൾക്കാരെയും മാർക്കറ്റിൽ നിന്ന് പുറത്താക്കി. ലണ്ടൻ സെക്ഷൻ ഓപ്പൺ ആയി. ലണ്ടൻ സെക്ഷനിലാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ലോ ടൈം കൺഫർമേഷൻ നമ്മൾ 3 മിനിറ്റിലേക്ക് 1 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് മാർക്കറ്റ് ഇത്തരത്തിലൊരു ലോ ടൈം കൺഫർമേഷൻ തന്നു. മാർക്കറ്റ് ബെയറിഷിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മൾ 5 മിനിറ്റിലോ 3 മിനിറ്റിലോ ഏതെങ്കിലും മിനിറ്റിലോ നിങ്ങൾ പോവുക. അവരായിട്ടൊരു ഓർഡർ ബ്ലോക്ക് നിങ്ങൾ കണ്ടുപിടിച്ചു. ആ ഓർഡർ ബ്ലോക്കിൽ നിങ്ങളൊരു പെൻഡിങ് ഓർഡർ സെറ്റ് ചെയ്ത് വെച്ചു. ഈ ഹൈ നമ്മൾ വെച്ചു. പിന്നെ നമ്മൾ എന്താണ് ഈ ഒരു ലോ വയ്ക്കാം, അല്ലെങ്കിൽ ഏസ് സെക്ഷൻ്റെ ലോ വയ്ക്കാം. നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഏസയുടെ ലോ വയ്ക്കുക, അല്ലെങ്കിൽ സ്വിംഗ് ലോ വയ്ക്കുക. സ്വിംഗ് ലോ വരെ എന്തായാലും മാർക്കറ്റ് പോകും, കാരണം മാർക്കറ്റ് ബെയറിഷാണ്. മാർക്കറ്റ് സ്വിംഗ് ലോ സ്വീപ്പ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ തിരിച്ച് മാർക്കറ്റ് നിങ്ങൾ പെൻഡിങ് ഓർഡേഴ്സ് ഇവിടെ കാണും. ആ ഓർഡർ പെൻഡിങ് ഓർഡർ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് മാർക്കറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോകും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന പോലെ തന്നെ എ സെക്ഷൻ ലിക്വിഡിറ്റി സ്വീപ്പ് ആയില്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തിനാണ് നിങ്ങൾ റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യുന്നത്? ഞാൻ എ സെക്ഷൻ ലിക്വിഡിറ്റി സ്വീപ്പ് ആയില്ലെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കത്തില്ല. വെയിറ്റ് ചെയ്യുക. നമുക്ക് നിരവധി ഓപ്പർച്യൂണിറ്റികൾ മാർക്കറ്റിൽ, ഒരു ദിവസം കൊണ്ട് മാർക്കറ്റ് എന്തായാലും നിന്ന് പോകത്തില്ലല്ലോ. മാർക്കറ്റ് എല്ലാ ദിവസവും കൊണ്ട് നിരവധി ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും. ആ ഓപ്പർച്യൂണിറ്റിക്കായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മളെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മളെ റിസ്ക് എല്ലാ ട്രേഡിലും 1000 രൂപയാണ് നിങ്ങൾ റിസ്ക് ചെയ്യുന്നതെങ്കിൽ എല്ലാ ട്രേഡിലും 1000 രൂപ മാത്രം റിസ്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മാത്രമേ നിങ്ങൾ ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവാൻ പറ്റത്തുള്ളൂ. അതിന് സെപ്പറേറ്റ് ഞാനൊരു കണ്ടൻറ്റ് ചെയ്യുന്നുണ്ട്. റിസ്ക് മാനേജ്മെൻറ്റ് പറ്റി സെപ്പറേറ്റ് ഒരു കണ്ടൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതെനിക്ക് കുറച്ചുകൂടെ മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാകാത്ത എന്താണെങ്കിലും താഴെ കമൻറ്റിൽ പറയുക. ഞാനത് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. മനസ്സിലായെങ്കിൽ നിങ്ങൾ പറഞ്ഞോട്, ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു കണ്ടൻറ്റുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ ഗൈസ്.